നമസ്കാരം. ഞാൻ അഡ്വക്കേറ്റ് എ ഡി ബെന്നി. സിനിമയല്ലാതെ മറ്റൊന്നും മറ്റാരും അനിവാര്യരല്ല. ഇത് പറയുന്നത് ജഗതി ശ്രീകുമാറാണ്. തൻ്റെ ജീവിത അനുഭവത്തിൽ നിന്നാണ് അദ്ദേഹം ഇത് പറഞ്ഞു വയ്ക്കുന്നത്. മറ്റൊന്നും കൊണ്ടുമല്ല. പട്ടം സദൻ എന്ന് പറയുന്ന ആ കാലഘട്ടത്തിലെ കത്തിയുന്ന നടൻ മദ്യപാനത്തിൻ്റെ പിടിയിലമർന്ന് അഭിനയിക്കാൻ യഥാസമയം എത്താതെ പല തവണ ഷൂട്ടിംഗ് മാറ്റിവെക്കേണ്ട സാഹചര്യത്തിൽ ജഗതിയെ ആ റോൾ ഏൽപ്പിച്ചതിനെ തുടർന്നാണ്. ഒരുപക്ഷെ ജഗതിയുടെ തുടക്കമായിരുന്നു അത്. അപ്രകാരം ഒരു അവസരം നൽകിയത് മറ്റാരുമായിരുന്നില്ല, അത് പട്ടസദൻ്റെ മദ്യപാനമായിരുന്നു. നമ്മൾ ഇവിടെ പറയുന്നത് പട്ടസദനെ കുറിച്ചാണ്. അതിന് ഒരു ഭൂമിക തയ്യാറാക്കി ഇപ്രകാരം പരാമർശിച്ചു എന്ന് മാത്രം. പട്ടസദൻ അദ്ദേഹം ഒരു ചലച്ചിത്ര നടനായിരുന്നു, ഗായകനായിരുന്നു. അദ്ദേഹത്തിൻ്റെ ചെറുപ്പത്തിലെ പേര് സദാശിവൻ എന്നായിരുന്നു. മാസ്റ്റർ സദാശിവൻ എന്നാണ് അദ്ദേഹം അറിയപ്പെട്ടിരുന്നത്. പ്രഹ്ലാദ എന്ന ചിത്രത്തിലൂടെ ബാലതാരമായിട്ടാണ് അദ്ദേഹം രംഗത്ത് വരികയുണ്ടായത്. അതിനുശേഷം അദ്ദേഹം പല തലങ്ങളിലും പ്രവർത്തിക്കുകയുണ്ടായി. അദ്ദേഹം ജനനം 1927 തിരുവനന്തപുരത്തെ പട്ടത്തായിരുന്നു അദ്ദേഹത്തിൻ്റെ ജനനം. പട്ടം ഗവൺമെൻറ് ഹൈസ്കൂളിലാണ് അദ്ദേഹം പഠനം നിർവഹിക്കുകയുണ്ടായത്. മിക്കവാറും ക്ലാസ്സിൽ നിന്നും എത്താറില്ല. ക്ലാസ്സിലെത്തിയാൽ തന്നെ 1-2 മിനിറ്റ് കഴിയുമ്പോഴേക്കും ക്ലാസ്സിൽ നിന്ന് പുറത്തു പോകേണ്ട അവസ്ഥ വരും. ക്ലാസ്സിലെ അദ്ദേഹത്തിൻ്റെ പ്രധാന കലാപരിപാടി മൃഗങ്ങളുടെ ശബ്ദങ്ങൾ അനുകരിക്കുക എന്നായിരുന്നു. ടീച്ചർമാർ ബോർഡിലേക്ക് തിരിഞ്ഞു കഴിഞ്ഞാൽ ഉടനെ അദ്ദേഹത്തിൻ്റെ കലാപരിപാടി ആരംഭിക്കുകയായി. ഉടനെ തന്നെ ക്ലാസ്സിൽ നിന്ന് പുറത്താക്കും. അങ്ങനെ 8ാം ക്ലാസ് വരെ എത്തി. 8ാം ക്ലാസ് വരെ എത്തിയിട്ടും അദ്ദേഹത്തിൻ്റെ സ്വഭാവത്തിൽ വലിയ മാറ്റമൊന്നും വരുത്താൻ കഴിഞ്ഞില്ല. തന്നെ സംബന്ധിച്ച് പഠനം ഒരു അനാവശ്യമാണെന്നും മറിച്ച് താൻ വ്യാപരിക്കേണ്ട ചലച്ചിത്ര മേഖലയിലുമാണെന്ന് അദ്ദേഹത്തിന് ആ കാലഘട്ടത്തിൽ തന്നെ ധാരണയുണ്ടായിരുന്നു എന്നതാണ് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു സംഗതി. അദ്ദേഹം ക്ലാസ്സിൽ പരാജയമായിരുന്നെങ്കിലും ചലച്ചിത്ര രംഗത്തേക്ക് അദ്ദേഹത്തിന് കടന്നുചെല്ലാൻ കഴിഞ്ഞു എന്നാണ് യാഥാർത്ഥ്യം. സിനിമാ കമ്പം മൂത്ത അദ്ദേഹം മദ്രാസിലേക്ക് ട്രെയിൻ കയറി കൊടമ്പക്കത്ത് എന്ന് അദ്ദേഹത്തിൻ്റെ ചില പ്രകടനങ്ങളൊക്കെ തന്നെ ചില വേദികളിൽ അദ്ദേഹം അവതരിപ്പിച്ചു. നാടകവുമായി ബന്ധം സ്ഥാപിച്ചു. ചെറിയ കുട്ടിയാണ്. അന്ന് കുട്ടികളെയൊക്കെ നാടകരംഗത്ത് വളരെ പ്രധാനപ്പെട്ട ഒരു സംഗതിയാണ്. അങ്ങനെയാണ് കെ ബാലസുബ്രഹ്മണ്യത്തിൻ്റെ പ്രഹ്ലാദ എന്ന ചലച്ചിത്രത്തിൽ ബാലനടനായിട്ട് അദ്ദേഹം അവതരിപ്പിക്കപ്പെടുന്നത്. തുടർന്ന് രാജമാണിക്യ നാടക കമ്പനിയിൽ അദ്ദേഹം നാടക പ്രവർത്തനവും അതോടൊപ്പം തന്നെ ഗായകനും മിമിക്രി കലാകാരനുമായിട്ട് ചേരുകയുണ്ടായി. ഈ രാജമാണിക്യ കമ്പനി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ കാലഘട്ടത്തിൽ തമിഴിലെ പിന്നീട് വളർന്നു വന്ന താരങ്ങൾ, പ്രത്യേകിച്ച് MGR അതുപോലെ തന്നെ MN നമ്പ്യാർ തുടങ്ങിയ ആളുകളൊക്കെ തന്നെ പരിശീലിച്ചിരുന്ന ഒരു വേദി കൂടിയായിരുന്നു. അവരോടൊപ്പമൊക്കെ പരിശീലിക്കുവാനും നാടകരംഗത്ത് തിമിർത്താടുവാനും അദ്ദേഹത്തിന് കഴിഞ്ഞു എന്നതൊരു യാഥാർത്ഥ്യമാണ്. അതോടൊപ്പം തന്നെ ഗായകനും മിമിക്രി കലാകാരനും എന്ന പദവിയും അദ്ദേഹത്തിനുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തെ ഏവരും ഇഷ്ടപ്പെട്ടിരുന്നു എന്നത് കൂടി വളരെ ശ്രദ്ധേയമായൊരു സംഗതിയാണ്. അങ്ങനെ അദ്ദേഹം തമിഴ് സിനിമയിലേക്കാണ് അദ്ദേഹം ആദ്യം കടന്നു ചെല്ലുന്നത്. നായിക്ക് ചുറ്റിത്തിരിയുന്ന നായകൻ നായിക്കും അവർക്ക് ചുറ്റും തിരിയുന്ന കോമഡി കഥാപാത്രങ്ങൾ, വേണമെങ്കിൽ കോമാളി കഥാപാത്രങ്ങൾ എന്ന് വേണമെങ്കിൽ പറയാം, അത്തരത്തിലുള്ള കഥാപാത്രങ്ങൾ അദ്ദേഹം അവതരിപ്പിക്കുകയുണ്ടായത്. ആ കാലഘട്ടത്തിൽ അദ്ദേഹം MGRനോടൊപ്പം, ശിവാജി ഗണേശനോടൊപ്പം, ജെമിനി ഗണേശനോടൊപ്പം ഇവരോടൊക്കെ തന്നെ ഒപ്പം അദ്ദേഹത്തിന് ഇപ്രകാരം അഭിനയിക്കാൻ കഴിഞ്ഞു എന്നത് അദ്ദേഹത്തെ സംബന്ധിച്ച ആ കാലഘട്ടത്തിൽ വലിയ പ്രധാനമായിരുന്നു. ഒരുപക്ഷെ അദ്ദേഹത്തിൻ്റെ ആകാരപടിയും ബന്ധപ്പെട്ട സംഗതികളുമൊക്കെ മറ്റു രീതിയിലായിരുന്നെങ്കിൽ ഒരുപക്ഷെ അദ്ദേഹം നായക തലത്തിലേക്ക് തന്നെ കടക്കുവാൻ അദ്ദേഹം പര്യാപ്തമായിരുന്നു. പക്ഷേ അദ്ദേഹം കോമഡി റോളിലാണ് അദ്ദേഹം ഇഷ്ടപ്പെടുകയുണ്ടായത്. അങ്ങനെ കോമഡി റോളിൽ അദ്ദേഹം തിളങ്ങി
എന്നത് ഒരു യാഥാർത്ഥ്യമാണ്. 1959 പുറത്തിറങ്ങിയ ചതുരംഗമായിരുന്നു മലയാളത്തിലെ ആദ്യ ചിത്രം. ഇതിൽ അദ്ദേഹം പാടുന്നുണ്ട്. പിന്നീട് മലയാള സിനിമയിലെ അറിയപ്പെടുന്ന ഒരു ഹാസ്യതാരമായി അദ്ദേഹം തിളങ്ങി. അവതരിപ്പിച്ച കഥാപാത്രങ്ങൾക്ക് പിന്നണി പാടിയത് അദ്ദേഹമായിരുന്നു. അദ്ദേഹത്തിൻ്റെ കഥാപാത്രങ്ങൾക്ക് ഒരു പാട്ട് പാടാൻ സാധിച്ചിട്ടുണ്ടെങ്കിൽ അവിടെ പിന്നണി പാടുവാനായിട്ട് അദ്ദേഹം തയ്യാറായിരുന്നു. ഏകദേശം 40ഓളം ഗാനങ്ങൾ അദ്ദേഹത്തിൻ്റെതായി പുറത്തു വരികയുണ്ടായിട്ട്, തമിഴിലും അതുപോലെ തന്നെ മലയാളത്തിലുമായിട്ട്. ആ അക്കമാത്രം നിസ്സാരമല്ല. അദ്ദേഹത്തിൻ്റെ ഒരു ഗായകൻ എന്ന രീതിയിലുള്ള അദ്ദേഹത്തിൻ്റെ മികവ് അതൊരു പക്ഷേ ഹാസ്യ രീതിയിലുള്ള ഗാനങ്ങൾക്കായിരുന്നു കൂടുതൽ ഉചിതം എന്നാണ് യാഥാർത്ഥ്യം. അതുകൊണ്ട് അദ്ദേഹത്തിന് അത്തരത്തിലുള്ള ഗാനങ്ങളാണ് അദ്ദേഹത്തിന് ലഭിക്കുകയുണ്ടായത്. പക്ഷേ ഇന്നും നമ്മുടെ മനസ്സിലെ തട്ടിക്കളിക്കുന്ന ഒട്ടേറെ ഗാനങ്ങൾ അദ്ദേഹത്തിൻ്റെതായിട്ടുണ്ട്, അല്ലെങ്കിൽ അദ്ദേഹം ഒപ്പം പാടിയതായിട്ടുണ്ട് എന്നത് നമ്മൾ മനസ്സിലാക്കിയെടുക്കേണ്ട ഒരു സംഗതിയാണ്. ധാരാളം പണം അദ്ദേഹം സമ്പാദിക്കാൻ കഴിഞ്ഞു. അദ്ദേഹം നാടകങ്ങളിലൊക്കെ തന്നെ അദ്ദേഹം അഭിനയിച്ച് അദ്ദേഹം ആ കാലഘട്ടത്തിൽ വിവാഹിതനായി. അതിനുശേഷം അദ്ദേഹം 2 കുട്ടികൾ ജനിച്ചു. മദ്യപാനം എന്ന് പറയുന്ന വിപത്ത് അദ്ദേഹത്തെ പിടികൂടുന്നത് ആ കാലഘട്ടത്തിലാണ്. ധാരാളം പണം കൊണ്ട് കയ്യിൽ യാതൊന്നും അദ്ദേഹം സമ്പാദിക്കാൻ കഴിഞ്ഞില്ല എന്നാണ് യാഥാർത്ഥ്യം. ഭാര്യയുടെ ചെറിയ ജോലിയുള്ളത് കൊണ്ടാണ് ആ കുടുംബം പിടിച്ചു നിൽക്കുകയുണ്ടായത്. കുടുംബത്തെക്കുറിച്ചോ മക്കളെക്കുറിച്ചോ അദ്ദേഹത്തിന് യാതൊരു രീതിയിലുള്ള പരിഗണനയും ഉണ്ടായിരുന്നില്ല. തൻ്റെ ജീവിതം തൻ്റെ സുഖമെന്ന കാഴ്ചപ്പാടാണ് അദ്ദേഹം പുലർത്തുകയുണ്ടായത്. വീട്ടിലെത്തിയാലെത്തി, മദ്യപിച്ചായിരിക്കും മിക്കത് വീട്ടിൽ വരിക. ആ രീതിയിലുള്ള ജീവിതമാണ് അദ്ദേഹം മുന്നോട്ട് നയിക്കുകയുണ്ടായത്. മക്കൾക്ക് വേണ്ടിയോ ഭാര്യയ്ക്ക് വേണ്ടിയോ സമ്പാദിക്കുവാനോ അവരോട് പ്രത്യേക രീതിയിലുള്ള ആഭിമുഖ്യം കാട്ടുവാനൊന്നും അദ്ദേഹം തയ്യാറായില്ല എന്നത് ദുഃഖകരമായ ഒരു സംഗതിയാണ്. സമ്പത്ത് അദ്ദേഹത്തെ മറ്റു രീതിയിലേക്ക് മാറ്റിയെടുക്കുകയുണ്ടായി. വടപള്ളി മുരുകൻ കോവിലിന് പുറകിലുള്ള കുമരൻ കോളനിയിലായിരുന്നു അദ്ദേഹത്തിൻ്റെ താമസം. അദ്ദേഹം നേരത്തെ നമ്മൾ സൂചിപ്പിക്കുക 200ഓളം ചിത്രങ്ങളിൽ അഭിനയിക്കുകയുണ്ടായി എന്നാണ് ചരിത്രം പറയുന്നത്. ഇത്രയേറെ ചരിത്രങ്ങളിൽ അഭിനയിച്ച് ഇത്രയേറെ പണം സമ്പാദിച്ചിട്ടും അദ്ദേഹത്തിന് ഒരു വീട് സ്വന്തമായി വാങ്ങുവാനൊന്നും കഴിഞ്ഞില്ല എന്നത് വളരെ ദുഃഖകരമായൊരു സംഗതിയാണ്. ജീവിതത്തിൽ ചില പാഠങ്ങൾ ഇത്തരത്തിലുള്ള ആളുകൾ നമ്മൾ പഠിച്ചെടുക്കേണ്ടതുണ്ട്. താങ്കൾ എത്ര ഉയർന്ന വ്യവസ്ഥയിൽ നിന്നാലും, അല്ലെങ്കിൽ ഉയർന്ന തലത്തിൽ നിന്നാലും, അല്ലെങ്കിൽ ജനങ്ങൾ ബഹുമാനിക്കുന്ന, അല്ലെങ്കിൽ താങ്കളുടെ പേര് മറ്റുള്ളവർ കേൾക്കുന്ന ഒരു അവസ്ഥയിലേക്ക് താങ്കൾ പരിണമിച്ചാൽ പോലും ഒരു ഘട്ടം കഴിഞ്ഞാൽ താങ്കളുടെ അവസ്ഥ അതിദയനീയമാകും എന്ന കാര്യത്തിൽ ഉള്ള ഒരു ഉറപ്പാണ് പട്ടസാരം നൽകുന്നത്. ജീവിതം സ്വയം കൈവിട്ടു പോകുന്ന ഒരു സാഹചര്യം വന്നു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അതിന് മറ്റാരും പിന്തുണയ്ക്കില്ല എന്നത് കൂടി നമ്മൾ മനസ്സിലാക്കിയെടുക്കാൻ പട്ടസാരൻ്റെ ജീവിതം നമുക്ക് മനസ്സിലാക്കിയെടുക്കാൻ കഴിയും. അദ്ദേഹത്തിൻ്റെ മരണം വളരെ ദുഃഖിപ്പിക്കുന്ന ഒരു സംഗതിയായിരുന്നു. മരണശേഷം അദ്ദേഹത്തിൻ്റെ ആശുപത്രി ചിലവുകൾ കൊടുക്കുവാൻ വേണ്ടി അദ്ദേഹത്തിൻ്റെ സുഹൃത്തുക്കൾ പണം പിരിക്കേണ്ടി വന്നു എന്ന് പറയുമ്പോൾ അദ്ദേഹത്തിൻ്റെ അവസ്ഥ എത്രയായിരുന്നു എന്നത് കൂടി നമ്മൾ കാണേണ്ട ഒരു സംഗതിയാണ്. സംസ്കാര ചെലവുകളൊക്കെ തന്നെ നടൻ ഉമ്മറാണ് നിർവഹിച്ച് എന്ന് പറയുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ സംസ്കാരം നടത്തിയത് ഏവിയം ശ്മശാനത്തിലായിരുന്നു അദ്ദേഹത്തിൻ്റെ സംസ്കാരം നടത്തിയിട്ടുണ്ടായത്. അപ്പോൾ ഉയർന്ന തലത്തിൽ നിന്ന് അപ്രകാരം ഒരു അവസരം ലഭിച്ചിട്ട് ജീവിതത്തിൻ്റെ ഏറ്റവും താഴ്ചയിലേക്ക് അധപ്പതിക്കുകയും അവസാനം നാട്ടുകാർ പിരിച്ചെടുത്ത സംഖ്യ കൊണ്ട് ആശുപത്രി ചിലവുകൾ നിർവഹിക്കുവാനും അതോടൊപ്പം തന്നെ ശവസംസ്കാരം നടത്തേണ്ട ഒരു അവസ്ഥയിലേക്ക് ആ മനുഷ്യൻ പതിച്ചതിൻ്റെ പുറകിൽ മദ്യം എന്ന് പറയുന്ന സംഗതിയായിരുന്നു. അതുകൊണ്ട് നമ്മൾ ഏത് തലത്തിൽ വന്നു കഴിഞ്ഞാലും തല മറന്ന് എണ്ണ തേക്കരുത് എന്ന് പറയുന്നത് പോലെ തന്നെ പട്ടസവനായി മാറരുത് എന്നത് നമ്മൾ മനസ്സിലാക്കിയെടുക്കേണ്ട ഒന്നാണ്. ഒരുപക്ഷെ അതുകൊണ്ടായിരിക്കാം അദ്ദേഹത്തിന് വേണ്ടത്ര രീതിയിലുള്ള പരിഗണനയൊന്നും പിന്നീട് ലഭിക്കാതിരിക്കുവാനും ഒരു കാരണമായത്. അദ്ദേഹത്തിന് വേണ്ടത്ര രീതിയിലുള്ള സ്മാരകങ്ങളില്ല, അദ്ദേഹത്തെ ഓർക്കുവാനുള്ള സംവിധാനങ്ങളില്ല, അദ്ദേഹത്തിനെ സംബന്ധിച്ച് ഗ്രന്ഥങ്ങളില്ല, അങ്ങനെ ഒട്ടേറെ വിഷയങ്ങൾ അദ്ദേഹത്തെ സംബന്ധിച്ചിട്ടുണ്ട്. പക്ഷേ ഒരു കലാകാരൻ എന്ന രീതിയിൽ അദ്ദേഹത്തെ അംഗീകരിക്കാതിരിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ശരിയായ സംഗതിയല്ല എന്നത് കൂടി നമ്മൾ പറഞ്ഞു വയ്ക്കേണ്ട സംഗതിയാണ്. അദ്ദേഹത്തെ സംബന്ധിച്ച് പറയുമ്പോൾ അദ്ദേഹത്തെ ജീവിതത്തെ നിസ്സാരമായി കണ്ടുകൊണ്ട്, ആ ജീവിതം തട്ടിക്കളിച്ചുകൊണ്ട് യഥാർത്ഥത്തിൽ ആ ബഹുമുഖ പ്രതിഭ അസ്തമിക്കുകയായിരുന്നു എന്നാണ് യാഥാർത്ഥ്യം. അപ്പോൾ യഥാർത്ഥത്തിൽ ഒരു അദ്ദേഹത്തിൻ്റെ മരണശേഷം അവിടെ കൂടിയിരുന്ന ആളുകളുടെ ഇടയിലൊക്കെ തന്നെ പ്രത്യേകിച്ചും ഇപ്രകാരം ഉയർന്ന തലത്തിൽ വിഹരിച്ചുകൊണ്ട് പിന്നീട് ഒന്നുമില്ലാത്ത അവസ്ഥയിലേക്ക് മാറിയ അദ്ദേഹത്തിൻ്റെ ആ ജീവിതം മറ്റുള്ളവർക്കൊരു പാഠമായി മാറുകയായിരുന്നു എന്നത് കൂടി നമ്മൾ പറഞ്ഞു വയ്ക്കേണ്ട ഒരു സംഗതിയാണ്. അദ്ദേഹത്തെ സ്മരിക്കാൻ ഒട്ടേറെ സംഗതികളുണ്ട്.
നമ്മൾ പറയുമ്പോൾ പ്രത്യേകിച്ചും അദ്ദേഹത്തെ സംബന്ധിച്ച് അദ്ദേഹത്തിൻ്റെ ഗാനങ്ങൾ പലതും നമ്മൾ ഇന്നും പാടുന്നു, അല്ലെങ്കിൽ അത് ആ രീതിയിൽ അത് അനുസ്മരിക്കപ്പെടുന്നു എന്നാണ് യാഥാർത്ഥ്യം. അദ്ദേഹം ഒരു മിമിക്രി കലാകാരനാണ് നമ്മൾ സൂചിപ്പിക്കുകയുണ്ടായി. അദ്ദേഹത്തെ തമിഴിൽ അദ്ദേഹത്തെ കൂടുതൽ അവതരിപ്പിച്ച് തമിഴ് നിറഞ്ഞു നിന്ന ചന്ദ്രബാബു, അതുപോലെ തന്നെ സംഗീത സംവിധായകൻ മെല്ലിശ്ശേരി മന്നൻ, MS വിശ്വനാഥ്, ഇവരുടെയൊക്കെ ഒരു കൈപ്പിടുത്തത്തിലൂടെയാണ് അദ്ദേഹം വളരുകയുണ്ടായത്. അവർക്ക് അദ്ദേഹത്തോട് വലിയ താല്പര്യമായിരുന്നു. ചന്ദ്രബാബുവും സദനും ചേർന്ന് പുതിയൊരു ചേരുവ തന്നെ ഉണ്ടാക്കി, ഒരു പുതിയ ചേരുവ തന്നെ സൃഷ്ടിച്ചു എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാൻ കഴിയും. അദ്ദേഹം ആ കാലഘട്ടത്തിൽ നേരത്തെ സൂചിപ്പിച്ച മിമിക്രിയിൽ അദ്ദേഹം വലിയ മികവ് കാട്ടിയൊരു വ്യക്തിയായിരുന്നു. അവളൊരു തുടർക്കഥയിലെ കഥ എന്ന് പറയുന്ന ചലച്ചിത്രത്തിൽ, അവളൊരു തുടർക്കഥ എന്ന് പറയുന്ന ചലച്ചിത്രത്തിലെ മലയാളത്തിലേക്ക് അത് മൊഴിമാറ്റം നടത്തി അവതരിപ്പിക്കപ്പെട്ട ഒരു ചലച്ചിത്രം കൂടിയാണ്. അതിൽ കളവച്ചുവരി വെച്ച് വേണ്ട എന്ന് പറയുന്ന വളരെ ശ്രദ്ധേയമായ ഗാനം, ചലച്ചിത്രത്തിലെ ആ ഗാനം പാടി അവതരിപ്പിക്കുന്നത് കമലഹാസനാണ്. കമലഹാസൻ്റെ ആദ്യകാല ചിത്രങ്ങളിൽ ഒന്നാണത്. ആ ചിത്രത്തിൽ കമലഹാസന് വേണ്ടിയുള്ള ഗാനത്തിൽ അത് പാടുന്നത് SPB ആണ്, SP ബാലസുബ്രഹ്മണ്യമാണ്. ആ SP ബാലസുബ്രഹ്മണ്യത്തിനൊപ്പം തന്നെ അതിൽ പക്ഷിമൃഗാദികളുടെ ശബ്ദമൊക്കെ നൽകി അതിനെ മനോഹരമാക്കി മാറ്റുന്നത്, ആ ഗാനത്തെ ഏറ്റവും മനോഹരമാക്കി മാറ്റുന്നത് മറ്റാരുമല്ല പട്ടസദനായിരുന്നു എന്നതാണ് നമ്മൾ മനസ്സിലാക്കിയെടുക്കേണ്ട ഒരു സംഗതി. അപ്പോൾ ആ ചിത്രത്തിൽ അദ്ദേഹം അഭിനയിക്കുകയും ചെയ്തിരുന്നു. അപ്പോൾ അവളൊരു തുടർക്കഥ എന്ന് പറയുന്ന വളരെ ശ്രദ്ധേയമായ ചിത്രം, അത് മലയാളത്തിലേക്ക് ഡബ് ചെയ്ത് ഇവിടെയും അത് വലിയ രീതിയിൽ ഓടിയൊരു ചിത്രമായിരുന്നു. ആ കാലഘട്ടത്തിൽ പ്രത്യേകിച്ചും ഈ ഗാനം കളവച്ചുവരി വെച്ച മേട എന്ന് പറയുന്ന ആ ഗാനം വലിയ ഹരമായിരുന്നു. ഇന്ന് പോലും നമുക്ക് ആ പാട്ട് കേട്ട് കഴിഞ്ഞാൽ അതിലെ ഇപ്രകാരം മിമിക്രി നമ്മൾ കേട്ട് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമ്മെ അത് അമ്പരപ്പിക്കുന്ന ഒരു പ്രകടനമാണ് പട്ടസദൻ കാഴ്ചവെച്ചതെന്ന് കൂടി നമ്മൾ പറയേണ്ടത്. അന്ന് മിമിക്രി ഒന്നും ഇന്നത്തെ ഒരു തലത്തിലേക്ക് എത്തിയിട്ടില്ല. അന്ന് ഇന്നാണെങ്കിൽ മിമിക്രിയെ സംബന്ധിച്ച് തന്നെ വലിയ പഠനം നടന്നുകൊണ്ടിരിക്കുന്നു. പക്ഷേ ആ കാലങ്ങളിൽ മിമിക്രി എന്ന് പറയുന്നത് ഒരു പുതിയൊരു കലയായിരുന്നു. ആ രീതിയിലൊക്കെ തന്നെ അദ്ദേഹം വളരെ വളരെ ശ്രദ്ധേയമായ രീതിയിൽ അദ്ദേഹത്തിൻ്റെ പ്രകടനം മികച്ചതായിരുന്നു എന്ന് കൂടി പറയണം. അതുപോലെ തന്നെ പോണാൽ പോകട്ടും പോടാ എന്ന് പറയുന്ന ഗാനത്തിൽ ഇപ്രകാരമുള്ള പട്ടസദൻ്റെ വലിയ പ്രകടനം ഉണ്ടായിരുന്നു. അതുപോലെ ഒട്ടേറെ സിനിമകൾ അദ്ദേഹത്തെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ അദ്ദേഹത്തിൻ്റെ മലയാള സിനിമകളിലെ പാട്ടുകൾ നമ്മൾ നേരത്തെ സൂചിപ്പിച്ച 1950 പുറത്തിറങ്ങിയ ചതുരംഗം എന്ന ചിത്രത്തിൽ കുമരേശനോടൊപ്പം അദ്ദേഹം ഒരു പാടിയ പെണ്ണിൻ്റെ ചിരിയും എന്ന ഗാനം വളരെ ജനപ്രിയമായൊരു ഗാനമായിരുന്നു എന്നതുകൂടി കാണേണ്ടതുണ്ട്. സ്നേഹമിനിയിലെ പരിപ്പുവട പക്കുവട എന്ന് പറയുന്ന ഗാനം ആലപിക്കാത്തവരില്ല എന്നതുകൂടി കാണേണ്ടതുണ്ട്. ചന്ദനച്ചോലയിലെ മണിയൻ ചെട്ടിക്ക് മണി മിഠായി, ഇതൊക്കെ യേശുദാസിനോടൊപ്പമാണ് ആലപിക്കുന്നത്. പക്ഷേ യേശുദാസിനോടൊപ്പം ആലപിക്കുമ്പോഴും ഒരു ഗായകൻ എന്ന രീതിയിലുള്ള മികവ് അദ്ദേഹം പുലർത്തിയിരുന്നു, പട്ടസാനം പുലർത്തിയിരുന്നു എന്നതുകൂടി നമ്മൾ കാണുന്നത്. യേശുദാസ് മാത്രം പാടിയാൽ ആ ഗാനം അത്രയേറെ ശ്രദ്ധേയമാകുമായിരുന്നില്ല. മറിച്ച് യേശുദാസിനോടൊപ്പം തന്നെ പട്ടസാന്റെ ശബ്ദം കൂടി ചേർന്നപ്പോൾ ഉണ്ടായ ആ ഒരു ഭിന്ന രീതി അത് വളരെയധികം ആളുകളെ ആകർഷിച്ചു എന്നത് യാഥാർത്ഥ്യമായി തന്നെ നമ്മൾ കാണേണ്ട ഒരു സംഗതിയാണ്. അപ്പോൾ വലിയ പ്രതിഭകളുമായി സംഗമിക്കുവാനായിട്ടുള്ള, വലിയ പ്രതിഭകളുമായിട്ട് ഒത്തുപോകാനുള്ള അവസരം ധാരാളം ഉണ്ടായിരുന്നു. പിന്നീട് നമുക്ക് ജീവിതത്തിൽ നിന്ന് അദ്ദേഹം കളഞ്ഞു കുളിച്ചതാണ് എന്നത് കൂടി നമ്മൾ മനസ്സിലാക്കിയെടുക്കേണ്ട ഒരു സംഗതിയാണ്. ഭാര്യയിലെ നമ്മൾ സൂചിപ്പിച്ച പഞ്ചാരപ്പാല് മിഠായി എന്ന് പറയുന്ന ഗാനം യേശുദാസും പട്ടസാനും ചേർന്ന് പാടിയ അരപ്പിരി ഇളകിയതാർക്കാണ്, അത് ഉത്സവപ്പറമ്പിൽ ആ കാലഘട്ടത്തിൽ റെക്കോർഡ് ഡാൻസിലെ പ്രധാന ഇനമായി മാറുകയായിരുന്നു. ആ കാലഘട്ടത്തിലെ ഗാനങ്ങൾക്കൊന്നും ഒന്നും വലിയ പ്രസക്തിയില്ല. പക്ഷേ അതിലെ പല ഗാനങ്ങളും പരിപ്പോട പക്കുവട തുടങ്ങിയ ഗാനങ്ങൾ, അതുപോലെ തന്നെ കളവച്ചുവരി വെച്ച് വേട എന്ന് പറയുന്ന നേരത്തെ സൂചിപ്പിച്ച ഗാനം, ഇങ്ങനെ ഒട്ടേറെ ഗാനങ്ങളൊക്കെ തന്നെ ആ കാലഘട്ടത്തിൽ വലിയ ഹിറ്റുകളായിരുന്നു എന്നത് കൂടി കാണേണ്ടതുണ്ട്. ഇന്നത്തെ ചലച്ചിത്ര ഗാനങ്ങളിൽ പാടിയ പല ഹിറ്റുകളും കാലാന്തരത്തിൽ അസ്തമിക്കുമ്പോഴും ഈ പറയുന്ന ഗാനങ്ങൾ ഇന്നും നിലനിൽക്കുന്നുണ്ട്, പലപ്പോഴും നമ്മൾ കേൾക്കാനുള്ള അവസരമുണ്ട് എന്നത് കൂടി നമ്മൾ ചിന്തിക്കേണ്ടതുണ്ട്. അപ്പോൾ കാലത്തെ അതിജീവിച്ച ഗാനങ്ങളുടെ ഭാഗമാക്കുവാൻ അദ്ദേഹത്തിന് കഴിഞ്ഞു എന്നാണ് ശ്രദ്ധേയമായ കാര്യം. ചലച്ചിത്ര രംഗത്ത് അദ്ദേഹത്തിന് വലിയ രീതിയിലുള്ള അഭിനയ മികവ് പുലർത്തുന്ന റോളുകളൊന്നും അദ്ദേഹത്തിന് ലഭിച്ചില്ല എന്നാണ് യാഥാർത്ഥ്യം. അദ്ദേഹം വന്നുപോയി പല കോമഡി വേഷങ്ങൾ അവതരിപ്പിച്ചു എന്നല്ലാതെ വലിയ രീതിയിലുള്ളൊരു ഒരു തരംഗം സൃഷ്ടിക്കാവുന്ന ഒരു നായക തുല്യമായ കഥാപാത്രങ്ങൾ കിട്ടിയില്ല എന്നത് കൂടി കാണേണ്ടതുണ്ട്. ഒരുപക്ഷെ അദ്ദേഹം ശ്രമിച്ചാൽ കിട്ടുമായിരുന്നു. പക്ഷേ അതൊന്നും അദ്ദേഹത്തിന് വേണ്ടി ആ രീതിയിലുള്ളൊരു പ്രവർത്തനമൊന്നും അദ്ദേഹം കാഴ്ചവെക്കുകയുണ്ടായില്ല. അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം അഭിനയിക്കുക, തനിക്ക് ലഭിക്കുന്ന റോൾ ഏതാണെങ്കിലും അഭിനയിക്കുക എന്നൊരു തലത്തിലേക്കാണ് അദ്ദേഹം പോവുകയുണ്ടായത്. ഒട്ടേറെ ഗാനങ്ങൾ ചലച്ചിത്രങ്ങൾ അദ്ദേഹത്തിന് പേര് പറയുവാനായിട്ട് ഉണ്ട്. ലവ് ലെറ്റർ, അരപ്പവൻ, ജീവിത യാത്ര, ബെൻസ്വാസു,
മദനോത്സവം ചലച്ചിത്രങ്ങളിലൊക്കെ അദ്ദേഹം മുഖം കാണിച്ചിട്ടുണ്ട്, ചില റോളുകളൊക്കെ ചെയ്തിട്ടുണ്ട്. പക്ഷേ പട്ടസദൻ എന്ന് പറയുന്ന പേര് അത് വളരെ തിരിച്ചറിയപ്പെടുന്നൊരു പേരായിട്ടൊക്കെ അവരോട് നിറഞ്ഞു നിന്നിരുന്നു എന്നാണ് യാഥാർത്ഥ്യം. ഇന്നും പട്ടം എന്ന് പറയുമ്പോൾ നമുക്ക് ആ സ്ഥലത്തെ ഒരു പട്ടം എന്ന് പറഞ്ഞൊരു സ്ഥലപ്പേരാണ്, തിരുവനന്തപുരം പട്ടം എന്ന് പറഞ്ഞ സ്ഥലപ്പേരാണ്. ആ സ്ഥലപ്പേര് നമ്മൾ കേട്ടുള്ളത് പട്ടം താണുപിള്ളയിലൂടെയാണ് നമ്മൾ ആ പേര് കേട്ടിട്ടുള്ളത്. അതുപോലെ തന്നെ ജെ സി ഡാനിയൽ, മലയാള ചലച്ചിത്ര പിതാവ്, അദ്ദേഹം ആദ്യ സ്റ്റുഡിയോ അദ്ദേഹം നിർമ്മിക്കുകയുണ്ടായത് പട്ടത്തായിരുന്നു എന്നത് കൂടി നമ്മൾ മനസ്സിലാക്കി. ആ പട്ടം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ പേര് വളരെ ശ്രദ്ധേയമാക്കിയതിൽ പട്ടത്താണുപിള്ളയോടൊപ്പം തന്നെ പട്ടസദനും പങ്കുണ്ട് എന്ന് കാട്ടിയ തമാശയിൽ ഒരു പക്ഷേ പട്ടത്താണുപിള്ളയേക്കാൾ പോലും കൂടുതൽ ജനങ്ങൾ വളരെ ആഘോഷത്തോടെ ചിന്തിപ്പിച്ച അല്ലെങ്കിൽ ആഘോഷത്തോടെ വരവേറ്റൊരു പേരായിരുന്നു പട്ടം സദൻ്റേത്. ആ പട്ടം സദൻ എന്ന് പറയുന്ന വ്യക്തി അസ്തമിച്ചാൽ പോലും ആ പട്ടം സദൻ എന്ന് പറയുന്ന പേര് നമ്മുടെ മനസ്സുകളിൽ നിലനിൽക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല. പഴയ തലമുറ മനസ്സിൽ തീർച്ചയായിട്ടും നിലനിൽക്കും എന്ന സംശയമില്ല. മറ്റു പല ഇദ്ദേഹത്തിനും മികച്ച ഹാസ്യ നടന്മാരെക്കാളും പട്ടസദൻ്റെ പേര് നമ്മുടെ മുന്നിൽ നിൽക്കും എന്നത് ശ്രദ്ധിക്കേണ്ട ഒരു സംഗതിയാണ്. അങ്ങനെ വലിയ രീതിയിലുള്ള ഇത്തരത്തിലുള്ള ഗാനങ്ങളൊക്കെ തന്നെ അദ്ദേഹത്തിൻ്റെ ഇതായിട്ട് വരികയുണ്ടായി എന്നത് കൂടി കാണേണ്ടതുണ്ട്. അദ്ദേഹത്തിന് സ്മാരകമില്ല എന്നൊക്കെ നമ്മൾ നേരത്തെ സൂചിപ്പിക്കുകയുണ്ടായി. അദ്ദേഹം തന്നെ ഒരു സ്മാരകം പണിത കഥയുണ്ട്. അദ്ദേഹത്തിൻ്റെ വീട്ടിലേക്ക് വരുമ്പോൾ അല്പസ്വല്പം മദ്യപിച്ചിട്ടൊക്കെയാണ് വരിക. ഒരു മഴക്കാലത്ത് വീട് കണ്ടെത്താൻ കഴിയാത്ത സാഹചര്യമാണ്. അദ്ദേഹം വലിയ കിന്നനായി. അടുത്ത ദിവസം തന്നെ അദ്ദേഹം അവിടെ ഒരു ബോർഡ് എഴുതി വെച്ചു, സദൻ തെരു എന്ന് പറയുന്നൊരു ബോർഡ് എഴുതി വെച്ചു. പിന്നീട് മഴയൊക്കെ കഴിഞ്ഞ് കോർപ്പറേഷൻകാർ വന്ന് യഥാർത്ഥ ബോർഡ് സ്ഥാപിച്ചപ്പോൾ ആ ബോർഡിൻ്റെ പേര് തന്നെയാണ് സ്ഥാപിക്കുന്നത്, സദൻ തെരു എന്ന് തന്നെ സ്ഥാപിക്കുകയുണ്ടായി. പക്ഷെ പിന്നീട് കാലക്രമത്തിൽ ആ ബോർഡ് അവിടെ നിന്ന് അപ്രത്യക്ഷമായി എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അദ്ദേഹത്തിൻ്റെ ഏക സ്മാരകമായിരുന്നു അത് എന്ന് പറയേണ്ടതുണ്ട്. അപ്പോൾ ഒരു പ്രതിഭ അദ്ദേഹം സ്വയം വീണുപോയാൽ മറ്റാരും കൈപിടിച്ചുയർത്താൻ ഉണ്ടാകില്ല എന്നതിൻ്റെ ഉത്തമമായ തെളിവായിരുന്നു പട്ടസദൻ എന്നത് കൂടി നമ്മൾ കാണേണ്ട ഒരു സംഗതിയാണ്. അദ്ദേഹത്തിൻ്റെ അവസാനകാല ചലച്ചിത്രമാണ് മാനത്തെ കൊട്ടാരം, സിംഹധ്വനി, അതുപോലെ തന്നെ 1995 ഹൈജാക്ക് ഈ സിനിമകളിലൊക്കെ അഭിനയിക്കുകയുണ്ടായി. അവസാനത്തിൽ കെ എസ് ഗോപാലകൃഷ്ണൻ്റെ സിനിമകളിൽ, ഈ മൂന്നാംകിട സിനിമകളിൽ ആ കാലഘട്ടത്തിൽ അദ്ദേഹം ഒട്ടേറെ ചലച്ചിത്രങ്ങളിൽ അഭിനയിക്കുകയുണ്ടായി എന്നത് കൂടി നമ്മൾ കാണേണ്ട ഒരു സംഗതിയാണ്. അപ്പോൾ അത്തരത്തിലുള്ള ഒരു മാറ്റം അദ്ദേഹത്തിനുണ്ടായി. അപ്പോൾ ആ രീതിയിലൊക്കെ തന്നെ രക്ഷപ്പെടാൻ കഴിയാത്തൊരവസ്ഥയിലായിരുന്ന അവസാനത്തെ അദ്ദേഹത്തിൻ്റെ ഘട്ടം എന്ന് നമ്മൾ മനസ്സിലാക്കിയെടുക്കേണ്ട ഒരു സംഗതിയാണ്. നമ്മൾ മനസ്സിലാക്കണം, കെ സുബ്രഹ്മണ്യത്തിൻ്റെ ചലച്ചിത്ര പ്രഹ്ലാദയിൽ അഭിനവന്ന, അതായത് പത്മനാഭ സുബ്രഹ്മണ്യത്തിൻ്റെ പിതാവാണ് കെ സുബ്രഹ്മണ്യം. അതിലൂടെ കടന്നു വന്നൊരു വ്യക്തി പിന്നീട് അവസാനത്തെ ഘട്ടത്തിൽ ഒന്നുമില്ലായ്മയുടെ ഒരു തലത്തിലേക്ക് പോയത് നമ്മൾ കാണേണ്ട ഒരു സംഗതിയാണ്. അപ്പോൾ യഥാർത്ഥത്തിൽ അദ്ദേഹത്തിൻ്റെ മറ്റു ചില കാര്യങ്ങളും കൂടി നമ്മളൊരു പരാമർശിക്കപ്പെടേണ്ട ഒരു സംഗതിയാണ്. നിത്യകന്യകയിലെ കയ്യിൽ നിന്ന് കിട്ടിയാലൊരു കലാകാരിയാക്കുമെന്ന് പറയുന്ന ഗാനം, വന്നാട്ടെ ഓ മൈ ഡിയർ ബട്ടർഫ്ലൈ എന്ന് പറയുന്ന ചലച്ചിത്രത്തിലെ ആ ഗാനം, തത്തപ്പെണ്ണെ തഞ്ചത്തിൽ വാ എന്ന് പറയുന്ന ഗാനം, നേരത്തെ സൂചിപ്പിച്ച ഭാര്യയിലെ പഞ്ചാരപ്പാല് മിഠായി എന്ന് പറയുന്നത്. പഞ്ചാരപ്പാല് മിഠായി എന്ന് പറയുമ്പോൾ അദ്ദേഹത്തെ സംബന്ധിച്ച് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു സംഗതി, മധുരിക്കാത്തൊരു പഞ്ചാരപ്പാല് മിഠായി ആയിരുന്നു അദ്ദേഹം എന്നാണ് മനസ്സിലാക്കേണ്ടത്. പഞ്ചാരപ്പാല് മിഠായിയുടെ ആ പാട്ട് പാടുവാൻ അവസരം ലഭിച്ചെങ്കിലും അദ്ദേഹം ജീവിതം ഒരിക്കലും പഞ്ചാരപ്പാല് മിഠായി ആയിരുന്നില്ല. മധുരിക്കാത്ത പഞ്ചാരപ്പാല് മിഠായി എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം എന്നത് കൂടി കാണേണ്ടതുണ്ട്. മുൻകാല അഭിനേത്രിയും ഗായികയുമായിരുന്ന പട്ടം സരസ്വതിയുടെ ഇളയ സഹോദരൻ കൂടിയായിരുന്നു അദ്ദേഹം. അപ്പോൾ പാരമ്പര്യവും അദ്ദേഹത്തിനുണ്ടായിരുന്നു. പക്ഷേ ഇതൊന്നും അദ്ദേഹത്തിന് ഇത്രയേറെ അവസരങ്ങൾ ലഭിച്ചിട്ടും അതൊന്നും അദ്ദേഹത്തിന് വേണ്ടത്ര രീതിയിൽ വിനിയോഗിക്കാൻ കഴിഞ്ഞില്ല എന്നത് വളരെ ദുഃഖകരമായൊരു സംഗതിയായി തന്നെ നമ്മൾ പറയേണ്ട ഒരു സംഗതിയാണ്. അപ്പോൾ യഥാർത്ഥത്തിൽ അവസാന ഘട്ടത്തിലൊക്കെ ഷൂട്ടിങ്ങിൽ എത്താതിരിക്കുക, താനൊരു അനിവാര്യനാണെന്നൊരു തോന്നൽ അദ്ദേഹത്തിന് രൂപപ്പെടുക എന്ന രീതിയിലേക്കൊക്കെ അദ്ദേഹത്തിൻ്റെ ജീവിതം മാറി മറിഞ്ഞു. അതിൻ്റെ ബുദ്ധിമുട്ടുകളും അദ്ദേഹത്തിനുണ്ടായി. എത്രയേറെ പ്രഗത്ഭരുമായി സഹവർത്തിച്ച ഒരു വ്യക്തിത്വമായിരുന്നു എന്നത് കൂടി നമ്മൾ കാണേണ്ട ഒരു സംഗതിയാണ്. 40ഓളം ഗാനങ്ങൾ അദ്ദേഹം പാടിയെന്ന് പറയുമ്പോൾ അതും ആ കാലഘട്ടത്തെ സംബന്ധിച്ചുള്ള അത്ര മോശം നമ്പറല്ല. തന്നെയുമല്ല, ആ ഗാനങ്ങളൊക്കെ തന്നെ ഇന്നും നമ്മൾ പാടിക്കഴിഞ്ഞാൽ അത് മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു സാഹചര്യമുണ്ട്. തമിഴിൽ ബൊമ്മൈ എന്ന് പറയുന്ന ചലച്ചിത്രം, അവളോ തുറക്കഥ ചിത്രത്തിലൊക്കെ തന്നെ അദ്ദേഹത്തിൻ്റെ ഭേദപ്പെട്ട പ്രകടനങ്ങൾ അദ്ദേഹത്തിന് കാഴ്ചവെക്കാനായി എന്നതും കാണേണ്ട ഒന്നാണ്. യഥാർത്ഥത്തിൽ നമ്മളിവിടെ പട്ടസദനെ മാതൃകയാക്കേണ്ടതല്ല, മറിച്ച് അദ്ദേഹത്തെ വിസ്മരിക്കുവാൻ പാടില്ലാത്ത രീതിയിൽ പ്രകടനം കാഴ്ചവെച്ച
ഒരു നടനായി തന്നെ നമ്മൾ അദ്ദേഹത്തെ കാണേണ്ടതുണ്ട്. ഒരുപക്ഷെ ജീവിതത്തിൽ അദ്ദേഹത്തിൻ്റെ ജീവിതം പഠിക്കാനൊരു സംഗതി, ഏതവസരത്തിലും അഹങ്കരിക്കാതെ മുന്നോട്ട് പോകണം. താൻ ഇവിടെ അനിവാര്യനല്ല എന്ന് മനസ്സിലാക്കേണ്ടതുണ്ട്. പലർക്കും അങ്ങനെ ഒരു ധാരണയുണ്ട്, ഞാൻ ഈ ഭൂമിയിലില്ലെങ്കിൽ ഇവിടെ ഒന്നും നടക്കില്ല എന്നൊരു ധാരണ പലപ്പോഴും ഉണ്ട്. അങ്ങനെയുള്ള ആളിലേക്ക് നമുക്ക് ചുറ്റും കാണാൻ കഴിയും. പക്ഷെ അതല്ല യാഥാർത്ഥ്യമെന്നും നമ്മൾ പോയാലും ഒരുപക്ഷെ നമ്മളെ പിടിച്ച് പുറത്താക്കും എന്ന ഒരു തിരിച്ചറിവ് കൂടി നമ്മൾ ഉണ്ടാകേണ്ടതുണ്ട്. അതുകൊണ്ട് അഹങ്കരിക്കാതെ മുന്നോട്ട് പോവുക, മദ്യപാനം എന്ന് പറയുന്ന വിപത്തിൽ നിന്നൊക്കെ നമ്മൾ മാറി നിൽക്കാൻ നമ്മൾ ശ്രമിക്കുക. ഇതൊക്കെ ഒരു കലാകാരനെ സംബന്ധിച്ചും ഏത് പ്രൊഫഷനിൽ നിൽക്കുന്ന ആളുകളെ സംബന്ധിച്ചും അത് പ്രസക്തമായ സംഗതിയാണ് എന്ന ഒരു തിരിച്ചറിവ് പ്രദാനം ചെയ്യുന്ന ഒരു ജീവിതമായിരുന്നു അദ്ദേഹത്തിൻ്റേത് എന്നത് കൂടി നമ്മൾ ഇതിനോടൊപ്പം പറഞ്ഞു വയ്ക്കേണ്ട ഒരു സംഗതിയാണ്. പഞ്ചാരപ്പാല് മിഠായി എന്ന് പറയുമ്പോൾ അദ്ദേഹം ജീവിതം കൊണ്ട് മറ്റു പലർക്കും അദ്ദേഹം ഒരു പഞ്ചാരപ്പാല് മിഠായി ആയിട്ടുണ്ടായിരിക്കും. പക്ഷേ അദ്ദേഹം ജീവിതം ഒരു പഞ്ചാരപ്പാല് മിഠായി ആയിരുന്നില്ല. എന്നിരുന്നാലും ഓർക്കുവാനുള്ള ഒരുപാട് സംഗതികൾ മാറ്റി നിർത്തിക്കൊണ്ടാണ് അദ്ദേഹത്തിൻ്റെ ജീവിതം അവസാനിക്കുന്നത് എന്നത് കൂടി ഇതിനോടൊപ്പം ചേർത്ത് പറഞ്ഞു വയ്ക്കേണ്ട ഒരു സംഗതിയാണ്. അദ്ദേഹത്തിൻ്റെ മരണം നമ്മൾ സൂചിപ്പിച്ചു, അത് വലിയ ദൗർഭാഗ്യകരമായ രീതിയിലുള്ളൊരു മരണമായിരുന്നു. 1992 ഒക്ടോബർ 16 അദ്ദേഹം മരണപ്പെടുകയുണ്ടായത്. അതും നമ്മൾ ഇതിനോടൊപ്പം ഓർത്ത് മനസ്സിലാക്കി വയ്ക്കേണ്ട ഒരു സംഗതിയാണ്. അപ്പോൾ ഇതൊക്കെ കൂടി കൂട്ടിച്ചേർക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു 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 തിരിച്ചറിവ് നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ഗുണകരമായി വർത്തിക്കട്ടെ എന്ന് മാത്രമാണ് പട്ടസാനെ അനുസ്മരിച്ചുകൊണ്ട് പറയുവാനുള്ളത്. അദ്ദേഹത്തിന് ആദരാഞ്ജലി അർപ്പിക്കുന്നു. ഏവർക്കും ആശംസകൾ നേരുന്നു. നന്ദി, നമസ്കാരം, ജയ് ഹിന്ദ്.